കുഞ്ഞിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ നാനോ മിഷൻ്റെ എപ്പിസോഡ് 39 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, സത്യം പറഞ്ഞാൽ ഇനി ഞാൻ വീഡിയോ ഇടണ്ടെന്നും പറഞ്ഞാൽ ഇരുന്നത്. കാര്യം എനിക്ക് അത്രത്തോളം നല്ല ക്ഷീണമുണ്ട്, എനിക്ക് നല്ല തലവേനുണ്ട്, ശരീരം വേനുണ്ട്, എനിക്ക് ആരും ഇവിടെ പനിയാണെന്ന് തോന്നുന്നത്. എന്തായാലും സ്റ്റിൽ ഞാൻ വീഡിയോ ഇടണ്ടെന്നും പറഞ്ഞാണ് ഇരുന്നത്. പക്ഷേ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് എന്തായാലും ഇടായിരിക്കും പറ്റുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഒരേ ഒരു ചാപ്റ്റർ മാത്രമായിരിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ നാനോ മിഷൻ സീരീസിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഒരൊറ്റ ചാപ്റ്ററായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അത് ഈ ഒരു വീഡിയോ മാത്രമായിരിക്കും. കാര്യം എനിക്ക് അത്രത്തോളം നല്ല സ്ട്രഗിൾ ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ചാപ്റ്റർ മാത്രം ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതെല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. പിന്നെ ആ 1.3K ലൈക്കിൻ്റെ ആ ഒരു ടാർഗറ്റ് ഈ വീഡിയോക്ക് ഞാൻ വെക്കുന്നില്ല. എനിക്കറിയാം ഈ വീഡിയോയുടെ ലെങ്ത് വളരെ കുറവായിരിക്കും, അതുകൊണ്ട് നിങ്ങളെല്ലാവരും നന്നായിട്ട് വിഷമിക്കുമെന്ന് അറിയാം. പക്ഷേ വീഡിയോ ഇടാതിരിക്കുന്നതിനെക്കാട്ടും നല്ലതാണ് ഒരു ചെറിയ വീഡിയോ വരുന്നതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കണ്ട. അതേപോലെ തന്നെ നാളെ തൊട്ട് നമ്മൾ വീണ്ടും പഴയ ട്രാക്കിലേക്ക് എത്തുന്നതായിരിക്കും, എനിക്ക് പനി കൂടിയില്ലെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ മൂഹോ യോൺ പറയും ചെയ്യും, നീ എന്താണ് ഗ്യാരണ്ടി തരാനായിട്ട് പോകുന്നത്? അല്ല, അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത് എളുപ്പമുള്ള കാര്യമായിരുന്നെങ്കിൽ അത് പണ്ടേ ഞങ്ങളുടെ ലോഡിനെ കൊണ്ട് സാധിക്കും. ഞങ്ങളുടെ ലോഡിനെ കൊണ്ട് ഉറപ്പായിട്ട് സാധിക്കും. അദ്ദേഹം ഓൾറെഡി തന്നെ പോയിസൺ സെഗ്നെ കംപ്ലീറ്റ്ലി നശിപ്പിച്ച് കളഞ്ഞു. അതുമാത്രമല്ല ബാക്കിയുണ്ടായിരുന്ന ഷാഡോ സെറ്റിൻ്റെ മെമ്പേഴ്സിനെ എല്ലാവരും തന്നെ അവൻ കൊല്ലുകയും ചെയ്തു, ഇൻക്ലൂഡിങ് ലേഡി മ്യൂ. ശരിക്കും സത്യമാണ് നീ പറയുന്നത്? അപ്പോൾ അവൻ തല കുലുക്കുകയും ചെയ്യും. എല്ലറിയോ, ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. എനിക്ക് വളച്ചൊടിക്കാനൊന്നും താല്പര്യമില്ല. താങ്കൾ എൻ്റെ അടുക്ക് ആ ലോയൽറ്റി വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളെ ഒരു സക്സസറാക്കി മാറ്റും. ദി ഡിമോണിക് സോഡിൻ്റെ ഒരു സക്സസർ. അല്ല, അതെന്താണ് നീ ഉദ്ദേശിച്ചത്? അത് മറ്റൊന്നുമല്ല, ദി സോഡ് ഡീമിൻ്റെ ടെക്നിക്സ് ഉണ്ടല്ലോ, അത് ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരും. സോഡ് ഡീമിൻ്റെ ടെക്നിക്സോ? നീ എന്താണ് ഈ പറയുന്നതെന്ന് നിനക്ക് വല്ല അറിയാവോ? അല്ല, നിനക്കെങ്ങനെയാണ് ഈ അക്കാഡമി എന്തുകൊണ്ടാണ് കണ്ടുപിടിച്ചതെന്ന് താങ്കൾക്ക് അറിയാവോ? അതിൻ്റെ ഏറ്റവും വലിയ പർപ്പസ് എന്ന് പറയുന്നത് സോഡ് ഡീമൻ്റെ ഒരു സക്സസറിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്. 6ാമത്തെ എക്സാമിനേഷൻ പാസ്സാകുന്ന എല്ലാവർക്കും ഒരു പ്രിവിലേജ് ഉണ്ട്, ഒരു സീക്രട്ട് മാനുവൽ. അതിൻ്റെ അകത്ത് സോഡ് ഡീമിൻ്റെ ടെക്നിക്സ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് പഠിക്കാവുന്നതാണ്. സോഡ് ഡീമിന് ഇത് അലോ ചെയ്തോ? സത്യം പറഞ്ഞാൽ താങ്കൾക്ക് പറഞ്ഞു തരുന്നതിനെക്കാട്ടും നല്ലത് താങ്കളെ കാണിച്ചു തരുന്നതായിരിക്കും. അതാകുമ്പോൾ താങ്കൾക്ക് വിശ്വസിക്കാനും കുറച്ച് എളുപ്പമായിരിക്കുന്നുണ്ട്. അവൻ നേരെ പതുക്കെ മുന്നിലേക്ക് നടന്നുപോയി. എന്നിട്ട് അവൻ്റെ സ്റ്റാൻസിലായിട്ട് മാറിയിട്ട് ഇവളുടെ ഡീമോൺ സോഡ് അവൻ അങ്ങോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ ഒരു എനർജി ബാക്കിയുള്ളവരെ എല്ലാവരും ഞെട്ടിച്ചു കളഞ്ഞു. അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. സോ ഇതാണല്ലേ ദി ട്രൂ ഡീമൺ സോഡ് ടെക്നിക്ക്. ആ സമയത്ത് തന്നെ ഇവൻ പല രീതിയിൽ പല അറ്റാക്കുകളും പല ഫോംസും അവനോടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓരോ ടെക്നിക്സിന്റെ പുറകിലും അത്രത്തോളം സ്ട്രെങ്ത് ഒളിഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അല്ല, ഇതെന്താണ്? ഇത് കുറച്ചുകൂടെ പവർഫുള്ളും പ്രിസൈസും ആണല്ലോ നേരത്തെ കാണിച്ച ടെക്നിക്ക് വെച്ച് നോക്കാൻ നേരത്ത്. ആ സമയത്ത് ഇയോൺ ആ ടെക്നിക്കെല്ലാം ചെയ്യുന്നിടത്ത് അതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടാണ് അവളവിടെ നിൽക്കുന്നത്. എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇതായിരുന്നല്ലേ, ഇങ്ങനെയായിരുന്നല്ലേ 24 ഡീമൺ സോഡ് ടെക്നിക്ക് പെർഫോം ചെയ്യേണ്ടത്? ഇത്ര നാൾ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ആ ഒരു മിസ്റ്ററി, ആ ഒരു ഇരുട്ട് ഇന്നിവിടെ തെളിഞ്ഞിരിക്കുന്നു. അടുത്ത സെക്കൻഡ് തന്നെ അവൾ നേരെ താഴത്തേക്ക് ഇരുന്നു. ഞാൻ ഇത്ര നാൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും എനിക്ക് അവിടെ വരെ എത്താൻ സാധിച്ചില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ക്ലിയർലി അത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാകുന്നുണ്ട് സോ ടീമിൻ്റെ യഥാർത്ഥ വില്ലെന്നും പറഞ്ഞിട്ട് അവിടെ അവളിരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അല്ല, ഇത് യൂണിഫിക്കേഷൻ ഓഫ് 5 എനർജീസ് അല്ലേ? അപ്പോൾ അവളും അൾട്ടിമേറ്റ് സ്റ്റേജ് ഓഫ് ജെനിസിസ് മാസ്റ്ററിലേക്ക് അവേക്കൺ ചെയ്യാൻ പോകുകയാണ്. എനിക്ക് ഓർമ്മയുണ്ട് ഈ ഒരു സ്റ്റേജിനെ പറ്റി. പെട്ടെന്നായിരുന്നു ഒരു സാധനം അവിടേക്ക് വന്നാൽ ഈവണത് ശ്രദ്ധിക്കുകയും അവനവൻ്റെ ടെലിക്കൈനസിസ് യൂസ് ചെയ്ത് അതവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ തന്നെ അവളുടെ തൊട്ട് ഫ്രണ്ടിലാണ് അതൊന്ന് നിന്നിട്ടുള്ളത്. ഹിയോബോങ് പെട്ടെന്ന് അവിടേക്ക് പോയി അതെടുത്ത് പിടിക്കുകയും ചെയ്യും. അല്ല, ഇതെന്താണ് മൈലോഡ്? ഇതൊരു പോയിസൺ ഡാർട്ടാണ്. അടുത്ത സെക്കൻഡ് തന്നെ വാങ്ങ് അത് വിട്ടവൻ്റെ നേരെ പാഞ്ഞെടുക്കും. എവിടെ പോകുവാടാന്ന് ചോദിച്ചുകൊണ്ട് എന്നിട്ട് അവനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് നേരെ താഴത്തേക്ക് ഇട്ടു. എന്നിട്ട് അവൻ്റെ മുഖം താഴത്തേക്ക് കുത്തിട്ട് പറയുകയും ചെയ്യും, അനങ്ങരുത്, അനങ്ങിന്റെ കൈ ഞാൻ ഒടിക്കും. ഈ സമയത്ത് ബാക്കിയുള്ളവർ തന്നെ അവിടെ പിടിച്ചിട്ടിട്ടുണ്ട്. അല്ല, അപ്പോൾ ഇവൻ ഒറ്റക്കല്ലായിരുന്നോ? പെട്ടെന്നായിരുന്നു അവൻ എന്തൊന്ന് കടിച്ച് മിഴുങ്ങിയതുപോലെ അവന് തോന്നിയത്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ വായിൽ നിന്ന് നുരയും പതയൊക്കെ വന്ന് അവനോടെ മരിച്ചു പോകുവാണ്. അയ്യോ, ഇതൊട്ടും നല്ലതല്ല മൈലോടെന്ന് പറയുമ്പോൾ അവൻ കാണുന്നത് ഇവൻ തൻ്റെ കൈകൾ മുകളിലേക്ക് പൊക്കിയതാണ്. അല്ല, ഇതെന്താണ്? എനിക്ക് എൻ്റെ വാ അടക്കാൻ സാധിക്കുന്നില്ലല്ലോ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാൻ നേരത്ത് അവൻ്റെ വായിൽ നിന്ന് ആ ഒരു പല്ലി ഇയോണ്ട് അടർത്തിയെടുക്കും. എന്നിട്ട് പറയും ചെയ്യും, എല്ലർ ഇയോണിനെ ഗാർഡ് നിൽക്കാനായിട്ട് നോക്ക്. അടുത്ത സെക്കൻഡ് തന്നെ അവർ 3 പേരും തല കുലുക്കിയിട്ട് നേരെ ഗാർഡ് നിൽക്കാനായിട്ട് പോവുകയും ചെയ്യും. നിങ്ങളുടെ ഏറ്റവും പുറകിലുള്ള പല്ലിൽ ചെറിയൊരു പോയിസൺ സാക്കല്ലേ? അപ്പോൾ നീ കമ്മിറ്റഡ് സൂയിസൈഡ് ചെയ്യാനല്ലേ നോക്കിക്കൊണ്ടിരുന്നത്? പക്ഷേ അതിനു മുമ്പ് എനിക്ക് കുറച്ചധികം ഉത്തരങ്ങൾ വേണം. നിന്റെ പ്രഷർ പോയിന്റ് ഞാൻ ചെറുതായിട്ട് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. പറ,
ആരാണ് നിന്നിവിടേക്ക് അയച്ചത്? അതെനിക്ക് പറയാൻ പറ്റത്തില്ല. ആ അത് കൊള്ളാം, അതെനിക്കറിയായിരുന്നു നീ ഇത് പറയത്തില്ലെന്ന്. ആ നീ എന്തായാലും ഒരു സ്പൈ അല്ലേ, അപ്പൊ പിന്നെ നീ അത്ര പെട്ടെന്ന് സംസാരിക്കുന്നില്ലല്ലോ. ഈ സമയത്ത് ആ ഒരു സ്പൈക്ക് അവൻ്റെ വാ തുറക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ആ ഒരു വെർബൽ പോയിന്റ് തന്നെ അവൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ ഒരു വിരല് ബാക്കിലേക്ക് ഒടിഞ്ഞു പോയേ അവനിട്ട് വേദന കൊണ്ട് അലറാൻ നോക്കുന്നുണ്ട്. പക്ഷേ നടക്കുന്നില്ലായിരുന്നു. നീ എത്രയും പെട്ടെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാര്യം ഞാനിപ്പോൾ വിചാരിക്കുന്നത് നിന്റെ ശരീരത്തുള്ള എല്ലാ ബോൺസും ഒടിക്കാനായിട്ടാണ്. ആ അത് ശരിയാണ്, നീ ഒരു സ്പൈ ആണല്ലേ, അപ്പം നീ അത്ര പെട്ടെന്ന് പറയത്തില്ല എന്ന് പറഞ്ഞത് അവൻ്റെ കൈവിരലുകൾ ഓരോന്നിട്ട് ഒടിയാൻ തുടങ്ങി. കോപ്പ് എന്നെ വെറുതെ വിടൂ. ഇതേ സമയത്ത് നമ്മുടെ എൽഡർ ഇയോണട്ടെ അവിടെ നിന്ന് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അവളുടെ ശരീരമൊക്കെ പതുക്കെ വിണ്ട് പൊട്ടാനും തുടങ്ങി. അപ്പോൾ ഫിസിക്കൽ റിസ്ട്രേഷനിലേക്കൂടെയാണ് കടന്നു പോകുന്നത്. ഈ സമയത്ത് തന്നെ ആ പൊട്ടുകളുടെ പാട് നന്നായിട്ട് കൂടിയ ഒരു വലിയൊരു വെളിച്ചം ഉണ്ടാകുന്നുണ്ട്. പിന്നെ കാണുന്നത് അവളെയാണ്, നമ്മുടെ മൂഹ ഇയോനെ. പക്ഷെ കുറച്ചുകൂടെ അധികം ഭംഗിയായിട്ട് തന്നെ അവളുടെ കണ്ണുകൾ പതുക്കെ തുറന്നു. എന്നിട്ട് നേരെ മുന്നിലേക്ക് നടക്കുകയും ചെയ്തു. ഇയോൺ നിൽക്കുന്നതിൻ്റെ തൊട്ട് വാതിക്കെ വന്നിട്ട് അവൾ നേരെ താഴത്തേക്ക് മുട്ടുകുത്തിയിരുന്നു. എന്നിട്ട് പറയുകയും ചെയ്യും, ഞാൻ മൂഹ ഇയോൺ, 10th എൽഡർ ഓഫ് ദി ഡിമോണിക് റിച്ചിങ് സോഡ് സെക്ട്. ഞാൻ എൻ്റെ ലോയൽറ്റി സോഡ് ഡിമൻ്റെ ദി ട്രൂ സക്സസറിന് നൽകുകയാണ്, യങ് ലോർഡ് ഇയോൺ ചിയോൺ. ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഒട്ടും തന്നെ മേലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒരൊറ്റ ചാപ്റ്റർ മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു.